ജാതിക്ക് വറക്കാൻ പോയതാണോ? ജാതിക്ക് കിട്ടിയെന്നിട്ടാ. അത് പൊട്ടിച്ച് കളയല്ലോ കേട്ടോ. ആ പൂ പൊട്ടിച്ച് കളഞ്ഞാൽ പിന്നെ ശരിയാവില്ല, പൈസ കിട്ടില്ല നമുക്ക് കേട്ടോ. പതിയെ എടുക്കണം. അപ്പം ജാതിക്കയുടെ പൂവൊക്കെ ഉണ്ടോ, ഇത് പൊഴിച്ചിടുക കേട്ടോ. പോയി പറിച്ചിട്ട് വന്നോളൂ. നല്ല വെയിലാണ്. പൊന്നൂസും മടുത്തു അല്ലേ? പൊന്നൂസേ മടുത്തു പോയില്ലേ? വെയിലല്ലേ, നല്ല വെയിലല്ല ഉള്ളത്. രാവിലെ തന്നെ കാപ്പുടി കഴിഞ്ഞിറങ്ങിയതാ കേട്ടോ. കയറാനൊന്നും ജാതിയെ കയറാനൊന്നും പറ്റില്ല, തോട്ടി കൊണ്ട് പതിയെ പറിച്ചെടുക്കും. പൊന്നൂസിന് ഇതിങ്ങനെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതന്നെ പൊന്നൂസ് ഇത് ഇങ്ങോട്ട് പൂവിട്ടെ, പൂ മൊത്തം ഇങ്ങനെ അടത്തി കളയുന്നതാണ്. പക്ഷെ അവളെ കൂട്ടിയില്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമല്ല, അവൾ വഴക്കുണ്ടാക്കി പോവുകയും ചെയ്യും. അതാണ് വിഷയം. പൊന്നൂസേ ഈ പൂ ഇങ്ങനെ ഒറ്റ ഇതായിട്ട് എടുക്കണം. തിരിച്ചെടുത്താലുണ്ടല്ലോ നമുക്ക് പാപ്പം വാങ്ങിക്കാനുള്ളതല്ലേ, പൈസ കിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പം ജാതിക്കയുടെ വിലയൊക്കെ കുറഞ്ഞു. ഇപ്പം നമ്മൾ റെക്കോർഡ് വില കിട്ടിയേക്കണേ കൊക്കോക്കല്ലേ. കൊക്കോ പൊട്ടിക്കാനുണ്ടല്ലേ പൊന്നോ? കൊക്കോ പൊട്ടിക്കണ്ടേ നമുക്ക്? പിന്നെ കൊച്ചു മടുത്ത് പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ എന്നോട് പറഞ്ഞു, ഇതിലിട ഇതിലിട അമ്മ. ഇനി നമുക്ക് കുറച്ച് വെള്ളം അവിടെ ഇട, അതിലിട കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്കിത് ശരിയാക്കാം. രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ ഇച്ചിരി നേരം കഴിയുമ്പോൾ പറയും, അമ്മയെ ജാതിക്ക ഇപ്പം ഡെയിലി ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് അവൾക്കതൊരു എന്താ ഡെയിലി റൂട്ടീനായി മാറിയേക്കുക. അവൾ പറയും, അമ്മയെ നമുക്ക് ജാതിക്ക പറിക്കാൻ പോകണ്ടേന്ന്. ഇഷ്ടാട്ടോ. അവിടെ വന്ന് ഞാൻ പറിച്ചിട്ടാലും അവളതെല്ലാം പറക്കി ഇടുകയും പാത്രത്തിൽ ഇട്ടോളും. അതുകൊണ്ട് ചുമ്മാ നിൽക്കുകയൊന്നുമില്ല. പിന്നെ അതിലെ കൊഴിഞ്ഞ് ചാടി കിടക്കണ പൊട്ടാത്തതുണ്ടെങ്കിൽ അതൊക്കെ പറക്കി ഇട്ടോളും അല്ലേ പൊന്നൂസേ? അങ്ങനെ പറ്റണ ഉപകാരമൊക്കെ പൊന്നൂസ് ചെയ്തു തരും കേട്ടോ. കൈ പോവരുത് കേട്ടോ. അങ്ങനെ പൊട്ടിക്കുമ്പോൾ കൈയൊന്നും വേദന എടുക്കരുതേ. ഇച്ചിരി പൊട്ടിച്ച് കഴിയുമ്പോൾ വേദന എടുക്കും, കൈ ഭാവി വരും. ഈ നഖത്തിൻ്റെ ഇടയ്ക്ക് കൂടെ കയറിയിട്ട് ഈ ബാക്കി അമ്മ പൊട്ടിച്ചാൽ മതിയാ? വേദന എടുക്കൂലേ ഭാവിയുടെ കയ്യാ? പൊട്ടിച്ചോ? ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നഖം കൊണ്ട് കാണിക്കുമ്പോൾ നഖത്തിൻ്റെ ഇടയ്ക്ക് കയറി നല്ല വേദന എടുക്കും. നമ്മൾ പറിച്ചെടുത്തില്ലെങ്കിൽ താഴെ എങ്ങാനും ചാടിയിട്ടുണ്ട്, പൊട്ടിക്കിടക്കണ പറിച്ചെടുത്തില്ലെങ്കിൽ മൊത്തം ഉണങ്ങിയ ഇരിക്കണത്. ഇപ്പം ഈ വെയിലായോണ്ടേ മുറ്റത്ത് അവിടെ കൊണ്ടുപോയി വെക്കാം അല്ലേ, വെയിലത്ത് വെക്കാം അല്ലേ. ഇത് പൊട്ടിച്ചിട്ടാട്ടെ വെയിലത്ത് വെക്കണം കേട്ടോ. അവിടെ ഉണ്ടോ? നമ്മുടെ കറിക്കൊക്കെ ഈ ഇതിൻ്റെ പൂവ് ഉണങ്ങിയതിൻ്റെ ഇത്തിരിയൊക്കെ ഇട്ടാൽ ഇറച്ചിക്കറിക്കൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. ഒത്തിരി ഇടരുത്, കുറച്ച്. ജാതിക്കയില്ലായിരുന്നു നേരത്തെ ഏറ്റവും വിലയായിട്ടിരുന്നത്. ഇപ്പം ജാതിക്കയുടെ വിലയൊക്കെ അങ്ങ് പോയിട്ട് നമ്മുടെ കൊക്കോക്കയാണ് റെക്കോർഡ് വില സ്ഥാപിച്ചേക്കണേ അല്ലേ. നമുക്ക് ഇത് കഴിയുമ്പോൾ അത് പൊട്ടിക്കാലേ പൊന്നോ? കൊക്കൊക്കെ പൊട്ടിക്കണ്ടേ? ഇങ്ങനെയുള്ള എല്ലാ പരിപാടിയും പൊന്നൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൊക്കൊക്കെ പറിക്കാൻ പോണത് ഇഷ്ടമാണ്. പപ്പയുടെ കൂടെ ഇറങ്ങും, പക്ഷെ കൊതുക്കൊക്കെ ആയതുകൊണ്ട് അവളെ കൊണ്ടുപോകില്ല കേട്ടോ. അതുപോലെ തന്നെ വാനില പരാഗണം ചെയ്യണേ ഇല്ലേ പൊന്നെ? കുളിച്ചോ? നമുക്ക് ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒന്ന് മരുന്ന് വാങ്ങിക്കാൻ പുറത്ത് പോകണം. വീട്ടിലായിരുന്നു, അവിടെ നല്ല ചൂടല്ലായിരുന്നു. അതുകൊണ്ട് നല്ല കാലാവസ്ഥ ചേഞ്ച് ആയില്ല. ഇവിടെ നല്ല ചൂട് തന്നെയാണ് കേട്ടോ. എന്നാലും അവിടെ നല്ല ഭയങ്കര ചൂടായിട്ട് ഇവളുടെ ദേഹത്ത് മൊത്തം മുത്ത് മാറ്റി വയ്ക്കണതിന് അത് മുത്ത് തന്നെ പൊളിച്ച മുത്തിൻ്റെ കൈയുടെ ആ നഖം വേദന എടുക്കും. നഖത്തിൻ്റെ അവിടെ അമ്മക്ക് പൊളിക്കാൻ കൂടാ. ആദ്യമൊക്കെ 1-2 ചാടിക്കൊണ്ട് നിന്നപ്പോൾ പൊന്ന് തന്നെ മാറ്റി വെച്ച് അവൾക്ക് തന്നെ പൊളിക്കാൻ ഞാൻ കൊടുക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പൊളിച്ചോ അവിടെ ഉണ്ട്. അപ്പം ആ 1-2 കിട്ടുമ്പോൾ അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പൊളിക്കാനൊന്നും കൂടുതലായിരുന്നു. ഇവളെ കൊണ്ട് തന്നെയായിരുന്നു ഞാൻ പൊളിപ്പിക്കുള്ളൂ. അപ്പം ഇപ്പം തീരാറായിട്ട് ഏകദേശം ഉണങ്ങിയത് വരുമ്പോൾ കൊച്ചിൻ്റെ കൈ വേദന എടുക്കേണ്ട നേരം അവളെ എനിക്ക് തന്നതാണ്. പൊന്നൂസേ മോൻ്റെ ചേട്ടായി എന്തേ? എഡ്വിൻ ചേട്ടായി എന്തേ?
ജുവാന്റെ അടുത്ത് പോയോ? എവിടെയാ? മമ്മിയുടെയും പപ്പയുടെ അടുത്തല്ലേ? എഡ്ബിൻകുട്ടനെ അവിടെ നിൽക്കും കേട്ടോ. അതുകൊണ്ട് പൊന്നുവിൻ്റെ അതിൻ്റെ ചീമൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പൊന്നു ചീമൂടാ പറയാറുണ്ടോ? ചീമൂട് വെച്ചാണോ ഇത്? നമ്മൾ ജാതിക്ക പറക്കാൻ പോയിട്ട് കുളിച്ചില്ലല്ലോ എൻ്റെ വാവ. പറിച്ചിട്ട് കുളിക്കാം നമുക്ക്. കൊണ്ടുവയ്ക്കാനോ? വേറെയും കൂടി ഉണ്ട്, കുറച്ചും കൂടി ഉണ്ട് കൊണ്ടുവയ്ക്കാൻ. അമ്മ തരാം. കുറച്ച് ഉണക്കായതാട്ടോ. ഇതിൽ പൂത്തതുണ്ട്. ആ മഴയൊക്കെ ആയിപ്പോൾ ഇങ്ങോട്ട് പറക്കിയിടല്ലേ മോനെ. ഇത് ഉണങ്ങിയതല്ലേ ഏകദേശം? അത് പച്ചയല്ലേ? ഇങ്ങോട്ട് പെറുക്കിയിടല്ലേ. ഇത് രണ്ടും രണ്ടായിട്ട് ഒന്നിച്ചിടാനുള്ളതല്ല കേട്ടോ. ഇത് രണ്ടും ഇതായിട്ട് വെക്കണം. ഇത് ഏകദേശം എവിടെ? അതിലിടണ്ട, അത് പച്ച. ഇത് ഏകദേശം ഉണങ്ങി. ഇതൊന്ന് ജസ്റ്റ് ചൂടായാൽ മതി. അതിലിടണ്ട. ഇതിങ്ങനെ വെച്ച് ഇത് ഇപ്പത്തെ അമ്മ കൊണ്ടുപോയി ഇട്ടിട്ട് വരാം. മുത്തിടണ്ട. എൻ്റെ അമ്മ മുത്ത് കൊണ്ട് വെക്കില്ല. ഇതൊന്ന് വാർക്കപ്പൊക്കത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ട് വരട്ടെ. പൊന്നൂസ് കുറച്ചൊക്കെ ഉള്ളപ്പോൾ പൊന്നൂസ് ഈ സ്റ്റെപ്പേ വെച്ച് മുത്ത് വരുമൊന്നും വേണ്ട. മുത്ത് വേണ്ട, ഭയങ്കര ചൂടാ. അവിടെ വെക്കാം. അപ്പം ഇതിങ്ങനെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. നല്ല വെയിലല്ലേ. ഇതിൻ്റെ കായും കൂടെ കൊണ്ടുപോയിടാനുണ്ട്. അതും കൂടെ ഇത് വയ്ക്കട്ടെ. ഇതിൻ്റെ കായും കൂടെ ഇരുന്ന് ഉണങ്ങട്ടെ. നല്ല വെയില. പൊന്നൂസേ, ഞങ്ങൾ കൊക്കൊക്കെ പൊട്ടിക്കും കേട്ടോ. നല്ല കൊക്കൊക്കെ ആദ്യമൊക്കെ നല്ല കൊക്കൊക്കെ എടുത്തു തന്നേ. പൊന്നൂസ് അപ്പം കൊക്കൊക്കെ എടുത്തു തരാൻ കൂടിയിട്ടുണ്ട് കേട്ടോ. എടുത്ത അമ്മയ്ക്ക് കൊക്കൊക്കെ ഇപ്പം എന്നാ വിലയാല്ലേ. എല്ലാവരും അല്ലെങ്കിൽ അണ്ണാൻ തിന്ന് പോവുകയൊക്കെ ആയിരുന്നു ചെയ്യണം നമ്മുടെ കൊക്കൊക്കെ. ഇപ്പം അതേ എല്ലാവരും എല്ലാവരും ഒരു കൊക്കൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അത് പറിച്ചെടുക്കും കേട്ടോ. അണ്ണാനെ തിന്നാനൊന്നും ഇല്ലാത്ത അവസ്ഥയായി. റെക്കോർഡ് കയറിയപ്പോലെ മോൻ കൈ മാറ്റി വെക്കും. പുഴു. ഇത് എന്നാ പുഴു എന്ന് പറയണേ. ഇത് ഇവള് പൊന്നൂസിന് തിന്നണേ ഇഷ്ടം. അപ്പൊ ഞാൻ പറയും പഴുത്ത് നോക്കിയെടുത്തേ. അപ്പൊ ഞാൻ പറയും ഇതില് പുഴു ഉണ്ട്, അതുകൊണ്ട് തിന്നാൻ കൊള്ളില്ല എന്ന് പറയും. അതുകൊണ്ടാണ് പൊന്നൂസ് ഈ പുഴു എന്ന് പറയണ കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് പറിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ അതങ്ങ് പൊട്ടിച്ച് എടുക്കുവാണെങ്കിൽ ഇപ്പൊ നല്ല വെയിലുണ്ടല്ലോ, ഉണക്കി എടുത്ത് കൊടുക്കാലോ. ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും കൊക്കോയുടെ വിലയൊക്കെ പോകും. അത് കൊള്ളില്ല, ഇട്ട് താഴെട്ടെ. ഉമ്മ മാറിയെന്നേ, താഴെട്ടെ. കൊള്ളില്ല എന്ന് പറഞ്ഞില്ലേ, പുഴുവാന്ന്. ഞാനാട്ടോ ഈ പരിപാടി കാണിച്ചു കൊടുത്തതാ. ഞാൻ വീട്ടിലൊക്കെ ഒത്തിരി കൊക്കൊക്കെ അങ്ങനെ ഇല്ല, ഞങ്ങൾ പഠിക്കണ കാലത്തൊക്കെ. അപ്പൊ ഒരു കൊക്കൊക്കെ ഉണ്ടെങ്കിൽ അപ്പ പഴുത്തത് പറിച്ചോണ്ട് വന്ന് തിന്നും. അപ്പൊ ഇവിടെ വന്നപ്പോ ഇങ്ങനെ കൊക്കൊക്കെ പൊട്ടിക്കുമ്പോ തിന്നാൻ തോന്നും. അപ്പൊ ഞാൻ അങ്ങനെ തിന്നുന്നത്. ആ പുഴു കണ്ടോ? കൈ മാറ്റി വെക്കേ. അപ്പൊ അതുകൊണ്ടാണ് പൊന്നൂസും ഇത് പഠിച്ചത് കേട്ടോ. പിള്ളേർക്കൊക്കെ ഇത് തിന്നാൻ കൊടുക്കാൻ പേടിയാവൂലേ. അതുകൊണ്ട് ഞാനാണ് അവളെ അതുകൊണ്ട് സമ്മതിക്കില്ല. കൈ മാറ്റി വെക്കേ. മാറിക്ക. അപ്പൊ നമ്മളിങ്ങനെ കൊക്കൊക്കെ പൊട്ടിച്ചിട്ട് 2 ദിവസം അങ്ങനെ ഈ ബക്കറ്റ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. അപ്പൊ ഇതങ്ങ് ചെയ്യും. അല്ലെങ്കിൽ ഒത്തിരിയൊക്കെ ഉള്ളവരാണെങ്കിൽ നൂൽച്ചാക്കിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പൊക്കി വെച്ച ആ വെള്ളം അങ്ങ് മോനെ മാറിക്കപ്പ ഇതില് മൊത്തം വെള്ളമല്ലേ. അപ്പൊ ആ വെള്ളം അങ്ങ് ചാടി അങ്ങ് പൊക്കോളും. അപ്പൊ പെട്ടെന്ന് നമുക്ക് അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോ എടുത്ത് വെയിലത്തിടുമ്പോ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ നമ്മൾ ഒത്തിരി ഒന്നും ഇല്ലാത്തോണ്ട് ഈ ബക്കറ്റിൽ തന്നെ ഞങ്ങൾ വെക്കും. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോ വെയിലത്തിടും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ആ പുഴു കൈ മാറ്റി പിടിക്കണം. എഡ്വിന് ഇഷ്ടമല്ല കേട്ടോ കൊക്കൊക്കെ. പൊന്നുവിന് ഇഷ്ട. പൊന്നു ഇതിലും ചെറുതായിരുന്നപ്പോ ഞാനിങ്ങനെ വായിൽ ഇതിന്റെ ഇത് തൊട്ട് കൊടുക്കും. അന്നൊന്നും അവൾക്ക് ഇഷ്ടമല്ല. പുഴു ഇപ്പൊ അതുകൊണ്ട് ഏതെടുത്താലും പുഴുവാ. നമുക്കൊന്ന് വായിലിടാനും പറ്റില്ല. ചുമയുണ്ട്. നമുക്ക് വൈകുന്നേരം ഒന്ന് ഈ പരിപാടിയും കൂടെ കഴിയുമ്പോൾ നമുക്കൊന്ന് എവിടെയാ പോണ്ടേ? ആശുപത്രിയിൽ മരുന്ന് വാങ്ങിക്കാൻ പോണ്ടേ? പൊന്നുവിനെ ഹോമിയോന്നാണ് മരുന്ന് വാങ്ങിക്കണേ. അപ്പൊ ഹോമിയോയിലൊന്ന് കൊണ്ടുപോകണം. മാറിയുന്നേ.
അമ്മ ഇതിടാം. നമ്മളിതിൻ്റെ തൊണ്ട് നല്ലതുള്ളത് എടുത്ത് വയ്ക്കും കേട്ടോ. നമ്മൾ ഇവിടെ പശുവൊക്കെ ഉള്ളവർ കൊണ്ടുപോക്കോളും. ഇവിടെ അടുത്തൊരു ചേച്ചി കൊണ്ടുപോക്കോളും. അപ്പം പുല്ലൊക്കെ ഒന്നും ഇല്ലാണ്ടിരിക്കണ സമയമല്ലേ, അപ്പം ഇതൊക്കെ കൊണ്ടുണ്ടെങ്കിൽ പശുക്കൾക്ക് കൊടുക്കാൻ നല്ല. എന്താ അമ്മയ്ക്ക് താ എടുത്ത് ഇതെന്നെ മുത്ത് മൂക്കിൽ ഈച്ച വന്ന കാരണേ എന്നെ മുത്ത് മുത്ത് ചിരിക്കുവാണ്. മൂക്കിലൊരു കുഞ്ഞു തരം ഈച്ച വന്ന് കയറുവാന്നേ. ഇത്തിരി ഉണ്ടല്ലേ. ഇത് 2 ദിവസമായി ഇങ്ങനെ കിടന്നിട്ട്, അതുകൊണ്ട് ഇച്ചിരി ഒരു നിലത്തി അടി പൊട്ടിയതൊക്കെ അങ്ങ് ചീത്തയായ മട്ടായി. പുന്നൂസ് രാവിലെ കൊക്കോക്ക ജാതിക്ക പറിക്കാൻ കൂടെ വന്നു. ഇപ്പോൾ അവൾ നിർബന്ധിച്ച് ഇത് പച്ചയല്ല ഇപ്പം വേറെ എടുത്തു തന്നെ. അപ്പം അവൾ നിർബന്ധിച്ചാണ് ഞാനിപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് കയറിയേക്കണേ കേട്ടോ. നിർബന്ധിച്ചോണ്ട് മാത്രമല്ല, വില ആ മാതിരിയല്ലേ, പിന്നെ കൊക്കോയുടെ പുറകെ നടക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഓർന്നുണ്ടെങ്കിൽ അത് എത്ര കഷ്ടപ്പെട്ടാലും പറിച്ചെടുക്കാൻ അവസ്ഥയായി. ആ മാതിരി റെക്കോർഡ് ഭേദിച്ചിരിക്കുവാണ്. തുപ്പിക്കേ ഭേദിച്ചിരിക്കുവാണ് നമ്മുടെ കൊക്കോ. എങ്ങും ഇല്ല കേട്ടോ, അത് നമുക്ക് ഒത്തിരി ഒന്നും ഇല്ല, എന്നാലും അത്യാവശ്യം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സാധാരണക്കാരുടെ പണിയൊക്കെ ആട്ടോ. അതിൽ നമ്മുടെ പൊന്നും കൂടെ കൂടി എടുക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട